സർ, ഈ നൂതനമായിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം വികസനത്തിന് വളരെയേറെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വരുമാനത്തിൽ തന്നെ ആ മാറ്റം ദൃശ്യമാണ് സർ. വൈവിധ്യങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് വിനോദസഞ്ചാര മേഖലയിൽ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് സഞ്ചാരികളുടെ എണ്ണത്തിൽ നല്ല മാറ്റം പ്രതിഫലിക്കുന്നുണ്ടോ സർ? LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ടൂറിസം മേഖലയിൽ കഴിഞ്ഞ 8 വർഷമായി സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളുമാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വീക്കായിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട് സാർ. ഇപ്പോൾ മലബാർ പ്രദേശങ്ങൾ, അവിടെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പൊതുവേ നേരത്തെ തന്നെ പ്രകടന പത്രികയിൽ LDF ചൂണ്ടിക്കാട്ടി. അത് മൊത്തം കേരള ടൂറിസത്തിൻ്റെ കുതിപ്പിന് കാരണമാകും. ആ നിലയിൽ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചു. അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അധികം സഞ്ചാരികൾ വന്ന വർഷമായി 2024 മാറി എന്ന സന്തോഷ വിവരം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. 2,22,46,989 സഞ്ചാരികൾ 2024 വർഷം കേരളത്തിലേക്ക് വന്നു സാർ. ഇത് കോവിഡിന് മുമ്പുള്ള ഏറ്റവും വലിയ കണക്കെടുത്ത് പരിശോധിച്ചാൽ അതിനേക്കാൾ 21% വർധനമുണ്ട് സാർ. എന്നാൽ കഴിഞ്ഞ വർഷമായിരുന്നു 2023 ആയിരുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം സഞ്ചാരികൾ നമ്മുടെ സംസ്ഥാനത്ത് കടന്നു വന്നത്. അന്ന് നിയമസഭയിൽ ഞാൻ പറഞ്ഞിരുന്നു സാർ, 2023 അധികകാലം ഈ റെക്കോർഡ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ പറ്റില്ല, 2024 അതിനെ മറികടക്കും എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. 2024 മറികടന്നിരിക്കുകയാണ്. 2024 2025 മറികടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല സാർ.